ഷഹബാസ് വധക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സഹപാഠികളായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ജാമ്യം നൽകിയാൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുമെന്നും ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ല എന്നും കോടതി പറഞ്ഞു. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ 6 വിദ്യാർത്ഥികളെയാണ് പോലീസ് പ്രതി ചേർത്തത്. എന്നാൽ അക്രമ ആഹ്വാനത്തിൽ കൂടുതൽ കുട്ടികൾക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളതും. ഇവരെ കൂടി പ്രതി ചേർക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴുള്ള തീരുമാനം. കുറ്റം ആരോപിച്ചവർ എല്ലാം തന്നെ പ്രായപൂർത്തി ആകാത്തവരായതിനാൽ നിയമോപദേശം സ്വീകരിച്ച് മുന്നോട്ടു പോകാനാണ് പോലീസിന് ലഭിച്ച നിർദ്ദേശം. മെയ് അവസാനത്തോടെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഡിജിറ്റൽ തെളിവുകളും കുറ്റപത്രത്തിനോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾക്ക് പുറമെ ആക്രമണത്തിന് ആഹ്വാനം നൽകുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് കേസിൽ നിർണായകമായ മറ്റു തെളിവുകൾ. ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പ് പരിപാടിക്കിടയിലായിരുന്നു ഈ പ്രശ്നം. ഷഹബാസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആസൂത്രിതമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നതാണ് കേസ്.